പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുപ്രഭാതം, സ്നേഹവന്ദനം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇവിടെ പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്. ഈ ആധ്യാത്മികതയുടെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട്. ഡ്രൈ എന്ന് പറയുന്നത് വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി ജീവിതം സാധ്യമാണ്. പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത്, ഉടമ്പടിയുടെ വരണ്ട ജീവിതം. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതിൽ പറഞ്ഞത്, ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം ഷീസ് കമ്മിങ്. ആദ്യം വരണവരാണ്. അവർ ഉടമ്പടി എടുക്കണം, എടുത്താലിത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനോട് പറഞ്ഞ്, കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ്, അത് സിമ്പിളാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ഒരു പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഉപവാസം. അപ്പോൾ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ്. അപ്പം അത്രയും സിമ്പിളാണല്ലേ. അതാണ് ഡ്രൈ ഉടമ്പടി എന്നുള്ളത്. ആ പെരിച്ചാഴി പോലും പറഞ്ഞു കൊടുത്ത പോലും ഇത് തെറ്റാണെന്ന് നോക്കി. അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ്. അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം, അത്രയേ ഉള്ളെന്ന്. അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല. കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികേട് കണ്ടില്ലേ. ഇതിനാ ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. ഇതിൻ്റെ ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ, അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടി? ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത്, അഥവാ അതെങ്കിലും ഉടമ്പടി 100% വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ എപ്പോഴും നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും 2 തരമുണ്ട്. ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസഫച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരുമുണ്ട്. അപ്പം നിങ്ങൾ ജോസഫച്ചൻ പറഞ്ഞ ദൈവം പറഞ്ഞതല്ലേ എന്ന്. അതല്ല,
ഉടമ്പടി നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ, ഇല്ലേ? അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ തൊട്ട് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ. അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഉണ്ട്. നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനന്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും. എന്നുവെച്ചാൽ ഉടമ്പടി വഴിയിലൂടെ പോകുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയണത്. ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 10-25 വർഷമായിട്ട് ഒരു നേഴ്സാണ്. പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ്. അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലും അവിടെയൊക്കെ പോയി. ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയാണ്. ഇവരുടെ 10-20 കൊല്ലമായില്ലേ, ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി. അപ്പം ഇവരുടെ മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഇവരുടെ മക്കളിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പം അവർ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത്? ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ. പക്ഷെ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി. മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ്. ഒരു മൊഡ്യൂൾസിന് അവർ തോറ്റുപോകും എപ്പോഴും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ 6 പ്രാവശ്യം തോറ്റു. അങ്ങനെ സംഭവിക്കാം ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടി എടുത്തിട്ട് 6 പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ ഗഡുവിന് അവർ ജയിക്കണതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇവർ 6 പ്രാവശ്യം തോറ്റു. പക്ഷെ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ ആ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകണേ പോകാം, അല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് ഇവർ ചെയ്യണത് ഈ സംഭവം. അപ്പൊ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പോകാൻ തീരുമാനിച്ചു. പക്ഷെ തോറ്റല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിത് അവരുടെ കൂട്ടുകാരത്തിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പം ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പം സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക. ആൾത്താറിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറുപടി പറയും. അതിന് സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഒരു റീൽസ് വന്നിട്ട് കാണുമായിരുന്നു. ആ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ട് വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് വന്നു. 2-3 ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ കറക്റ്റായിട്ടൊന്നും ഡയഗ്നോസ് ചെയ്തില്ല. അപ്പോഴാണ് ചേച്ചി എന്നോട് പറഞ്ഞത്, നീ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടിട്ട് പിന്നെ ശരിക്കും പ്രാർത്ഥിക്കുക, അപ്പോൾ ശരിയാകുമെന്ന്. ചേച്ചിയുടെ കൂടെ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമുക്ക്, ചേച്ചി ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ പ്രകാരമാണ് ഞാനും ചേച്ചി ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതണമെന്ന് തന്നെ എനിക്കൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി. അതിന് പറയാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കാര്യം ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. 5:30 എന്നുള്ളത് 5:30 തന്നെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഡ്യൂട്ടി ടൈമിലൊക്കെ ഞാൻ ICUവിലായിരുന്നു അപ്പോൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അറിയാം ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ക്യാൻഡിൽ പ്രെയർ അങ്ങനൊന്നും നടത്താൻ പാടില്ലെന്ന്. പക്ഷേ ഞാൻ ഡ്യൂട്ടി ചെയ്ത സമയത്ത് ഞാൻ ക്യാൻഡിൽ വെച്ച് പ്രെയർ ചെയ്തിട്ടാണ് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പായിരുന്നു. എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ വരാൻ തോന്നും. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ പ്രെയർ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇവിടെ വരാൻ തോന്നുന്ന സമയത്ത് ഞാനിവിടെ വരും. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പോകാറുള്ളത്. ഈ 6 മാസത്തിനുള്ളിൽ കുറഞ്ഞതൊരു ഞാൻ 7-8 വട്ടമെങ്കിലും വന്നിട്ടുണ്ട്. ഞാൻ വരും, പ്രാർത്ഥിക്കും, അങ്ങനെ പോകും. അങ്ങനെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും ചെയ്തു. ഞാൻ വെച്ച നിയമങ്ങൾ ആദ്യം എൻ്റെ നിയമം എന്ന് പറയുന്നത് എൻ്റെ കൺഫർമേഷൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിനായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്നൈയിൽ വെച്ച് എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഫിക്സായി. ആ ഡേറ്റുകൾ 3 മാസം കൊണ്ട്, അതായത് ഓഗസ്റ്റ് തൊട്ട് പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനയിലായ ശേഷം ഒരാഴ്ച കൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കൺഫേം ആവുകയും, ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു. എക്സാം ഓറലും റിട്ടേണും ഉണ്ടായിരുന്നു. റിട്ടേൺ എക്സാമിൽ 92% എനിക്ക് പാസ്സാവാൻ പറ്റി. എനിക്കറിയാം, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനൊന്നും പ്രിപ്പയർ അല്ലായിരുന്നു. എനിക്ക് 24 hours ഡ്യൂട്ടി ആയിരുന്നു ആ വീക്ക് ഫുള്ള്. അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് എനിക്ക് ഇന്നും നല്ല ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യുന്നിടം വരെ എനിക്കൊരു ക്ഷീണവും ഒന്നും ഉണ്ടായിട്ടില്ല. ആ കാശ് രൂപ എൻ്റെ ഡ്രസ്സിൽ തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് തന്ന പേനയും കൊണ്ടാണ് ആ എക്സാം എഴുതിയതും. എനിക്ക് അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു, എബൌട്ട് 200-300 ഉണ്ടായിരുന്നു. പക്ഷെ അതിന് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് പ്രിപ്പയർ അല്ലായിരുന്നു, എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഡേറ്റ ഫ്ലോയും കാര്യങ്ങളെല്ലാം വളരെ വളരെ വേഗം നടന്നു. വിസ ഒരാഴ്ചക്കുള്ളിൽ കിട്ടണേന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ പോയപ്പോൾ ഭയങ്കര പണിയെല്ലാം വന്ന് എനിക്ക് തീരെ കഴിയുന്നില്ലായിരുന്നില്ല. അപ്പോൾ ഡ്യൂട്ടിയെല്ലാം ചെയ്ത് കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്യുന്ന ടൈമും കണക്ക് ഞാൻ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് കിടന്നു തുടങ്ങി. പക്ഷെ അന്ന് വെളുപ്പിന് 12 മണിക്ക് ഞാൻ എണീക്കുമ്പോൾ എൻ്റെ വിസ വന്നിട്ടാണ്. ഒരു ദിവസത്തിൽ എൻ്റെ വിസ വന്നു. പിന്നെ എല്ലാവർക്കും അറിയാം, സൗദി പ്രോമെട്രിക് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും അവർ ഡയറക്റ്റായിട്ട് വന്നിട്ടായിരിക്കും ഡേറ്റ ഫ്ലോ ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ അവർ മെയിൽ അയച്ച് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തരികയാണ് ചെയ്തത്. എനിക്കങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ വിസയും ഡേറ്റ ഫ്ലോ എല്ലാം വളരെ വളരെ വേഗത്തിൽ. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആർക്കും ഇതുവരെ വിസ പോലും വന്നിട്ടില്ല. സോ ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് വായിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, അതായത് നമ്മളെ ഓരോ ദിവസവും നമ്മുടെ സാധാരണ വിശ്വാസി, പ്രാർത്ഥനയുള്ള ആള്, സാക്ഷ്യപ്പെടുത്തുന്ന ആള്, അതിനുശേഷം പിന്നീട് നമ്മളെ പ്രബോധിപ്പിക്കുന്നവരായിട്ട് മാറും. നമുക്ക് ആ വചനം എടുക്കാം. അതായത് ഞാൻ ഉദ്ദേശിച്ചെന്നറിയാം, നിങ്ങൾ ഏത് നിലവാരത്തിലുണ്ടായാലും ഇന്നലത്തെ ആധ്യാത്മികത ഇന്ന് പറ്റത്തില്ല. ഇന്ന് കുറച്ചുകൂടി വളർച്ച ദൈവദൃശ്യനെ കാണിക്കുമ്പോഴാണ് വിശ്വാസം നീതീകരിക്കുന്നത്. 6:1 എടുത്ത് ഹെബ്രായ ലേഖനം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ അപ്പൊ ക്രിസ്തുവിന്റെ വചനത്തിൽ പല പാഠങ്ങളുണ്ടെന്ന് അർത്ഥം. പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പോഴ് പ്രഥമ പാഠങ്ങളില് കുറച്ച് പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയിരിക്കും. ഇപ്പോഴും ആൾക്കാർക്ക് നമസ്കാരവും പ്രാർത്ഥനയും മറ്റേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു 4ാം ക്ലാസ്സുകാരനാണ്, അല്ല 4ാം ക്ലാസ്സുകാരത്തിയാണ്. പിന്നെ എന്താണ്? പക്വതയൊക്കെ വളരാം. എങ്ങനെ വളരണമെന്നാ പറയണത്? 1 കൊരിന്ത്യർ 14:26 എടുത്തേ. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശം എന്ന് പറയുന്നത് പ്രബോധനമാണ്, ഉപദേശിക്കുക. അത് കൗൺസിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഇന്ന് കൃപാസനത്തിൽ ഒരു അച്ഛൻ രാവിലെ കൃപായിലെ പറഞ്ഞു, കേരളത്തില് കഴിഞ്ഞ കൊല്ലവും 2023 9,000 പേര് ആത്മഹത്യ ചെയ്തു. 2024 10,000 പേര് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്. അപ്പോഴെന്നെ പ്രശ്നം വെച്ചാല് ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നത് കൗൺസിലിംഗ് ആണ്. ആദിമസഭയിൽ അത് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നും കൗൺസിലിംഗ് അച്ഛന്മാരെയും കന്യാസാരെയും പ്രദേശത്തെയൊക്കെ ഏൽപ്പിക്കുക. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരും ആ വചനം വായിച്ച് നിങ്ങൾ ഓരോരുത്തർ ഹെബ്രായർ 5:12 വായിച്ചു നോക്കിയേ. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് സംഭവം, പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതായത് സഭ വളരുമ്പോ
ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ആ വളർച്ച, ജനങ്ങള് വ്യത്യസ്തമായ സാഹചര്യങ്ങളല്ലേ ഇപ്പൊ പോണത്. ആ സാഹചര്യങ്ങൾക്കെല്ലാം ഈ ധ്യാന കേന്ദ്രങ്ങൾക്ക് എന്തുമാത്രം മനുഷ്യൻ ആത്മഹത്യ രക്ഷപ്പെടുത്തിയെന്നറിയാമോ? പക്ഷെ അതെന്ന് പറഞ്ഞ ഒരു കേന്ദ്രീകരണമായിട്ടുള്ള ഒരു ശുശ്രൂഷകളുപരി സഭ തന്നെ എല്ലാവരും വളരണം. അല്ലാതെ എല്ലാ കാലത്തും പെരുന്നാളും നടത്തി ചെണ്ടയും മുത്തുകുടയും കിടത്തി നടക്കണ ആ അഭ്യാസങ്ങൾ അത് ഒരു പരിധിയാണ്. അതെല്ലാം വിശ്വാസത്തിന്റെ ബാലപാഠങ്ങളാണ്. അത് പിന്നിട്ടിട്ട് എന്ത് ചെയ്യണം? നമ്മള് പ്രബോധകരായി മാറണം. പരസ്പരം ഉപദേശിക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് പരസ്പരം ഉപദേശിക്കാൻ കഴിയുന്നവരുമ്പോ ആ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മളെ ഉപദേശിക്കാൻ കഴിവുള്ളവരായിട്ട് മാറണം. അപ്പൊ നമ്മളെ ഉപദേശിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ നമുക്കൊരു മോറൽ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ, ആധ്യാത്മികമായ ക്രെഡിബിലിറ്റി നേടിയെടുക്കുമ്പോഴാണ് വിശ്വാസ വളർച്ച പ്രാപിക്കുന്നത്. അപ്പൊ ആ വിശ്വാസ വളർച്ച പ്രാപിച്ചാൽ മാത്രമേ സഭയിലുണ്ടാകുന്ന മറ്റംഗങ്ങളെ, ഏത് സഭയിൽ തന്നെയല്ല പുറത്തുള്ളവരായാലും മനുഷ്യനായാലും അപകടത്തിൽ, മാനസിക അപകടത്തിലൊക്കെ പെടുന്ന ആൾക്കാരെ സന്ധിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണ സഭയ്ക്ക് മാത്രമേ എല്ലാ കാലങ്ങളിലും പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ സമാധാന കാലത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ. സഭയുടെ സമാധാനകാല പ്രസക്തി അല്ലാതെ അസമാധാന കാലത്ത്, യുദ്ധകാലങ്ങളിലുള്ള പ്രസക്തി, ഭക്തി നിലനിൽക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ നിലനിർത്തുമ്പോഴാണ്. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ കണ്ടോ, ഒന്നിനൊക്കെ വായിക്കാം. 1 കൊരിന്ത്യർ 14:26. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ആത്മാവിൽ വളരാനും കൃപയിലും നിലനിൽക്കാനും വേണ്ടി പരസ്പരം ഉപദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ എണ്ണം നേരത്തെ കൂടുതലായിരുന്നു ശരിക്കും. ഇപ്പം വിൻസെൻ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക്, അതുപോലെ തന്നെ സൊഡാലിറ്റി, ലിജോ മേരി ഉണ്ടായിരുന്നു. അവരൊക്കെ പണ്ട് നല്ല പ്രബോധകരായിരുന്നു ശരിക്കും. ഇന്നിപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉപവിപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും. ഉപവിപ്രവർത്തനങ്ങളൊക്കെ കാശ് സമയം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പ്രബോധകരാകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് സീരിയസ് വിഷയമാണ്. സഭയുടെ സ്വത്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ ഇതുപോലുള്ള പ്രബോധനങ്ങളാണ്. വളരുന്നവരെ പ്രാർത്ഥനയെ മാത്രം വളരാതെ പ്രബോധനത്തെ വളർന്ന് മറ്റുള്ളവരെ നിലനിർത്താൻ സാധിക്കണം. നമ്മൾ നിലനിൽക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ നിലനിർത്താനും കൂടി എന്നെ ഉപകരണമാക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ നമുക്കതിനെ നിലനിൽക്കാൻ കഴിയും. മറ്റുള്ളവരെ, നമ്മുടെ ഒപ്പം മറ്റുള്ളവരെയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശേഷം നമിച്ച കൈകൾക്കൊപ്പി നമുക്ക് പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങള് ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഇപ്പോൾ ലോകം മുഴുവനും ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ വലതുകരത്തിന്റെ ആണിപ്പഴുതാർന്ന അത്ഭുതകരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ യാത്രകള്, ജോലികള്, ഇന്ന് ഏർപ്പെടുന്ന ഉദ്യമങ്ങള്, ഉദ്യോഗങ്ങള്, നിങ്ങളുടെ സഞ്ചാരങ്ങള്, നിങ്ങളുടെ ഇടപെടലുകള്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവ്, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത യാവനകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ ഓർത്ത് വേവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരും
പരീക്ഷയെ ഓർത്തും ജീവിതത്തെ ഓർത്തും മക്കളെ വേദനിക്കുന്ന മക്കളെയും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം അർപ്പിച്ച കൃപാന്റെ ബലികളെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവിടെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം. രോഗികളെ നീ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തണം. കർത്താവെ, ഓരോരോ കോൺട്രാക്റ്റുകൾ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവര് അവർക്ക് നിർണായകമായ ദിവസമായിരിക്കാം ഇന്ന്. കർത്താവെ, അങ്ങനെ സാന്നിധ്യം ഉണ്ടാകണം. രജിസ്ട്രേഷൻ പോണവരുണ്ട്. ഓരോരോ കാര്യം, പരീക്ഷകള്, പഠനങ്ങള്, പറമ്പുകള് ഒക്കെ രജിസ്ട്രേഷൻ പോകുന്നവരുണ്ട്. അതിനെല്ലാം മംഗളപരമായിട്ട് മനോഹരമായിട്ട് നടക്കാൻ ഇടയാക്കുന്ന കർത്താവ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ, വീട്ടിന് ആവശ്യമായ കാരണങ്ങൾ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ പർച്ചേസിന് പോകുന്നുണ്ട്. കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായ ശാലകളിലും ആവശ്യമായ സാധനം എടുക്കുവാനും കൊടുക്കുവാനും മേടിക്കുവാനും പോകുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണം. ചെക്കുകൾ ഒപ്പിടുന്ന ചെക്കുകൾ നീ ആശീർവദിക്കണം കർത്താവെ. ആ ചെക്ക് എന്തെല്ലാം ഞങ്ങൾ എവിടെയെല്ലാം നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം രജിസ്റ്ററുകൾ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തെല്ലാം അവിടെ എല്ലാം കർത്താവ് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ തെറ്റായി പോയാൽ നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ പിന്തിരിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നത്. നടക്കുന്ന കാര്യമാണ് കർത്താവ്. എത്രയും വേഗം കാലവിളമ്പം കൂടെ കർത്താവ് അത് നിറവേറ്റാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പരസ്പരമുള്ള സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, ഇന്നെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നെടുക്കുന്ന കർത്താവ് ഒന്നും കണ്ടല്ല, ആരെയും കണ്ടല്ല, അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ചില ആൾക്കാർ എഗ്രിമെന്റ് ചെയ്യുന്നു, ചില ആൾക്കാർ വ്യവസ്ഥ പറയുന്നുണ്ട്, ചില ആൾക്കാർ ചില ഡേറ്റുകൾ മിസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കർത്താവിന്റെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് ഇടിച്ചു കളഞ്ഞ് കർത്താവിന്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരകമായ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ഹൃദയത്തിന്റെ ഭാരങ്ങൾ, ഡിപ്രഷൻ ബാധിച്ച മാനസിക അവസ്ഥകളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രശ്നവും മഞ്ഞുപോലെ ഉരുകി കർത്താവ് കാറ്റുപോലെ കടന്നു പോകട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങളെ ഇന്ന് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട്, ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ സ്തുതികൾ അർപ്പിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എന്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തികൾ ഇന്നത്തെ ദിവസത്തിൽ മക്കളെ ഈശോ ആശീർവദിക്കുകയും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ പറയുന്ന പോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങൾക്ക് അടയാളം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.